മോഹൻലാൽ ഉണ്ട് 5 മിനിറ്റ് എന്തോന്നുള്ളത്. ഇത് ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭേദമായിട്ടുണ്ടെന്നല്ലാണ്ട്. പിന്നെ പടം ഓണാവുന്നത് ലാലേട്ടൻ്റെ സീൻ വരുമ്പോഴും പ്രഭാസ് വരുമ്പോഴും മാത്രമാണ്. ലാലേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ പോർഷനൊക്കെ മാത്രമാണ് അതിൽ ജസ്റ്റ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ല, പോസിറ്റീവ് മോഹൻലാലും പ്രഭാസും. പിന്നെ ലാലേട്ടൻ്റെ റോളും കാര്യങ്ങളും എല്ലാം കുറച്ച് നേരം ഉള്ളുവെങ്കിലും അതും ഒരു നിറവോടുകൂടിയുള്ളൊരു സാന്നിധ്യമാണ് നന്നായിട്ടുണ്ട്. അങ്ങനെ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു, കാജൽ അഗർവാൾ, അക്ഷയ് കുമാർ, മോഹൻലാൽ, പ്രഭാസ് തുടങ്ങിയ നീണ്ട താരനിര നിൽക്കുന്ന ആ പാൻ ഇന്ത്യൻ സംഭവം കണ്ണപ്പ എന്ന സിനിമയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. പടം നല്ല പടമാണ്, ആചാരങ്ങളുള്ള പടമാണ്. കൊള്ളാം, നല്ല പടം. മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രം 2 മിനിറ്റേ ഉള്ളൂ. കൊള്ളാം, നല്ല റോള്. ലാലേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ പോർഷനൊക്കെ മാത്രമാണ് അതിൽ ജസ്റ്റ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ മാത്രം ട്രോൾ വരുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെയുണ്ട് അപ്പോൾ കണ്ടപ്പോൾ? ഇല്ല, അങ്ങനെ ട്രോൾ മെറ്റീരിയൽ അങ്ങനത്തെ ഒന്നും അല്ല. ലാലേട്ടൻ്റെ നല്ലതായിരുന്നു. ലാലേട്ടൻ പോസിറ്റീവ് മോഹൻലാൽ മാത്രമാണോ? എങ്ങനെയാണ് പോസിറ്റീവ് മോഹൻലാൽ ലാലേട്ടൻ്റെ പ്രഭാസം തന്നെയാണ്. ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റിയ ഒരു അങ്ങനെ ഒരു പക്ക ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടം. ആ ഒരു ലെവലിൽ കാണാൻ പറ്റിയൊരു പടം. പടം കൊള്ളാം, അടിപൊളിയാണ്. നമ്മളൊരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാണ് കഥ പറയുന്നത്. അപ്പം അതിൽ എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം കഥയ്ക്കനുസരിച്ചും അല്ലാതെ ഈ നമ്മളെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സിനിമയുടെ ഭാഗങ്ങളും അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ കുറച്ചുകൂടെ ഒരു വികാരവും കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിലാണുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ റോളും കാര്യങ്ങളും എല്ലാം കുറച്ച് നേരം ഉള്ളുവെങ്കിലും അതും ഒരു നിറവോടുകൂടിയുള്ളൊരു സാന്നിധ്യമാണ് നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. ലാലേട്ടൻ വന്നതാണ് അത് അത്യാവശ്യമുള്ള ഒരു സ്ക്രീൻ ബേസ് ആയിട്ട് തോന്നിയത്. പിന്നെ ഡബിംഗ് ഒക്കെ വളരെ മോശം. പിന്നെ കുറച്ച് ശിവഭക്തി കൂടിപ്പോയി. ശിവന് അത് ഇപ്പോൾ നമുക്ക് എന്താ പറയാ, എനിക്കെന്തോ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. ശിവതാണ്ഡവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പടം എന്താ, തീർച്ചയായിട്ടും അത് ഒരു ഭക്തിപരമായിട്ടുള്ള പടമാണ്. പക്ഷെ അവർ അത് എടുത്തൊരു സ്പൂഫ് കോമഡി ആക്കിയ പോലെ ഫീൽ ചെയ്തു പോയി. നല്ല രീതിയിൽ കുറച്ചും കൂടെ എടുക്കായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒറിജിനൽ ലാംഗ്വേജിൽ കാണുമ്പോൾ ചിലപ്പോൾ കൊള്ളായിരിക്കാം. പക്ഷേ എഫക്ട്സ് ഒക്കെ ഇത്രയും കാലത്ത് നല്ല ടെക്നിക്കൊക്കെ ഒരുപാട് വളർന്ന സംഭവമാണ്. ടെക്നീഷ്യൻസും എല്ലാവരും ഉള്ളതാണ്. പക്ഷേ അത് വലിയ സുഖം തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ലോ ബഡ്ജറ്റിൽ എടുത്തൊരു സാധനമായിരിക്കും. അതൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അതിൻ്റെ റെഫറൻസ് വെച്ചാണ് ഈ പടം പോയത്. ഒരു നല്ല സ്ക്രിപ്റ്റ് ഇല്ല, അതിൻ്റെ റെഫറൻസും പിന്നെ അത്യാവശ്യം ശിവഭക്തിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പോസിറ്റീവ് മോഹൻലാൽ മാത്രമാണോ എന്തായാലും? അല്ല, പോസിറ്റീവ് മോഹൻലാലും പ്രഭാസും. ഈ രണ്ടുപേരും വന്ന സമയത്തുള്ള ഒരു എനർജി അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതുവരെ എല്ലാവരും താന്ന് കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പടം കുഴപ്പമില്ല ബ്രോ, ഒരു ആവറേജ് ഫീലാണ്. എക്സ്പെഷ്യലി നായക നടൻ പോരാ, പെർഫോമൻസ് പോരാ. കാരണം പുള്ളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇതില്ല. അത് എക്സ്പ്രഷനായിരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല, ഒന്നുമില്ല. പുള്ളിയുടെ എന്താ പറയുക, വോയിസിലായിരുന്നാലും നമുക്ക് ആ ഒരു ഹീറോ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് സീൻസ്, ക്രിഞ്ച് സീൻസ് ആവശ്യമില്ലാണ്ട് വലിച്ചു നീട്ടി പടത്തിൻ്റെ ലെങ്ത് കൂട്ടുന്നതല്ലാതെ അത് പടത്തിനൊരു യൂസ്ഫുൾ ആവുന്നില്ല. കാരണം ഒരു ഡിവോഷണൽ സ്റ്റോറി ലൈനിൽ വന്നിട്ട് ഇത് ആവശ്യമില്ലാതെ റൊമാൻറ്റിക് സീൻസ് ആയിപ്പോയി. പിന്നെ പടം ഓണാവുന്നത് ലാലേട്ടൻ്റെ സീൻ വരുമ്പോഴും പ്രഭാസ് വരുമ്പോഴും മാത്രമാണ്. അവരുടെ രണ്ടുപേരെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കൂടിയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കുഞ്ഞു റോളാണ്, ചെറിയൊരു ക്യാമിയോ ഗസ്റ്റ് റോളാണ്. കുറച്ചുകൂടി വേണമായിരുന്നു എന്നൊരു ഫീൽ തോന്നുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ റോളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. 10 പൈസയ്ക്ക് കൊള്ളൂല എന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് കൊള്ളൂല. ഇത്രയും മോശമായ പടം ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു വകയ്ക്കും കൊള്ളൂല. പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ വെറുതെ ടൈം കളയുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോണില്ല. മോഹൻലാൽ ഉണ്ട് 5 മിനിറ്റ് എന്തോന്നുള്ളത്. ഇത് ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭേദമായിട്ടുണ്ടെന്നല്ലാണ്ട് സിനിമ സ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പോൾ 10 പൈസയ്ക്ക് കൊള്ളൂല. കുറച്ച് ഭക്തിയുള്ളവരാണെങ്കിൽ ഒരു പിന്നെ മറ്റേ ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ പൂജിക്കാം. അല്ലാത്തവർക്ക് ആവറേജ് ഒന്നുമില്ല. ട്രോളാവെന്ന് വിചാരിച്ച മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ അത്രയൊന്നും ഇല്ലല്ലോ, ആകെ 2 ഒരു 5 മിനിറ്റ് ഉണ്ടാവും.